രാവണൻ. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ബെഡിൽ കിടന്ന് പുലമ്പുന്നവരുടെ അരികിലേക്ക് തന്റെ മുഖമടുപ്പിച്ചുകൊണ്ട് വശ്യമായ മുഖത്തോടെ മഹേന്ദ്രൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വേണം ഭദ്ര, നിന്നിലുള്ള എല്ലാതും എന്റേതാണ് പെണ്ണേ, എന്റേത് മാത്രം. തന്റെ മുഖത്തായി അടിക്കുന്ന മഹേന്ദ്രന്റെ ചുടുനിശ്വാസം തന്റെ ശരീരത്തെ കൂടുതൽ ചൂട് പിടിപ്പിക്കുന്ന പോലെ തോന്നിയ ദേവ വല്ലാത്തൊരു ഭാവത്തോടെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാതെ ഇരുവരും ആ പ്രണയാഗ്നിയിൽ വെന്തുരുകി. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇരു ശരീരങ്ങളും വിയർപ്പിനാൽ കുതിർന്നിരുന്നു. ഏതോ ഒരു യാമത്തിൽ മഹേന്ദ്രൻ തളർന്ന് ദേവയുടെ നെഞ്ചിലേക്ക് തന്നെ വീഴുമ്പോൾ ഇരുവരുടെയും മുഖത്ത് സംതൃപ്തിയുടെ പുഞ്ചിരി തെളിഞ്ഞ് കാണാനുണ്ടായിരുന്നു. അണിമംഗലം തറവാട്ടിൽ നിന്ന് ആരോടൊന്നും പറയാതെ ശ്രീകല തന്റെ കാറെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ഇപ്പോൾ വാസുദേവനും ഓമനയും വല്ലാത്തൊരവസ്ഥയിലാണ്. അവർക്ക് തങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട പോലെയാണ് ജിത്തു പോയതിനു ശേഷം. അതുകൊണ്ട് ആരോടൊന്നും പ്രതികരിക്കാതെ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടുകയാണ് ആ ഇരു ദമ്പതികളും. ഇപ്പോൾ അവരെ കണ്ടാൽ പഴയ വാസുദേവന്റെയും ഓമനയുടെയും നിഴൽ രൂപം മാത്രമാണെന്ന് തോന്നും. അത്രയ്ക്ക് വ്യത്യാസം വന്നിരിക്കുന്ന ഇരുവർക്കും. പ്രായത്തിന്റെ ആവശ്യത രണ്ടുപേരെയും പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്തിയതുപോലെ തോന്നും ആർക്കും അവരെ കണ്ടാൽ. തങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്നവരെ കാണുമ്പോൾ മാധവന് വല്ലാത്ത ദുഃഖം തോന്നും. എന്തൊക്കെ പറഞ്ഞാലും തങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനാണ്. ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷേ ഇവിടെ തെറ്റ് ആരുടെ അടുത്താണ്? നല്ലത് പറഞ്ഞു കൊടുത്ത് മകനെ വളർത്തേണ്ടവർ തന്നെ അവന് തെറ്റും ശരിയും പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്ന്. മാധവൻ ഒരു നിമിഷം അവിടെ തന്നെ അവരെ നോക്കി മനസ്സിൽ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഉലഹനാന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുമ്പോൾ ശ്രീകല കാണുന്നത് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഉലഹനാനെയാണ്. ഒരു നിമിഷം അയാൾ ശ്രീകലയെ നോക്കി കാണുകയായിരുന്നു. ജിത്തുവിന്റെ മരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ശ്രീകലക്ക് വല്ലാത്തൊരു മാറ്റം സംഭവിച്ചതുപോലെ. അവളിപ്പോൾ കണ്ടാൽ ഒരു ഭ്രാന്തിയെ പോലെയുണ്ട്. എന്നിരുന്നാലും ആ കണ്ണുകളിൽ പക കത്തിയെരിയുന്നത് ഉലഹനാന് വ്യക്തമായിട്ട് കാണാമായിരുന്നു. അയാൾ എന്തോ ശ്രീകലയോട് പറയാൻ ഒരുങ്ങുന്ന അതേ സമയം തന്നെയാണ് ശ്രീകല കാറ്റുപോലെ വന്ന് ഉലഹനാന്റെ ജുബയിൽ കയറി പിടിച്ച് ഉലച്ചുകൊണ്ട് അയാളോട് ചോദിച്ച്, എന്താ ഈ ചായ കാര്യങ്ങൾ? ആ മഹേന്ദ്രൻ അവനെ തകർക്കാനുള്ള വഴി ഇച്ചായം കണ്ടെത്തിയോ? ഇനി ഒരു നിമിഷം പോലും അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. വസിഷ്ഠയിലെ നെടുന്തൂട് തന്നെ മഹേന്ദ്രനാ. അവൻ ചത്തു മറിച്ച് കിടക്കുന്ന എനിക്ക് കാണണം. എന്റെ കുഞ്ഞിനെ കൊന്ന് അവൻ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല ഇച്ചായ. അവൻ നിലംപതിച്ച പുറകെയായി തന്നെ വസിഷ്ഠയും നിലംപതിക്കും. ഇച്ചായനെ എന്താണ് എനിക്ക് വേണ്ടി ചെയ്ത്? ഇത്രയും കാലം ഇച്ചായന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിന്ന്. ഞാൻ ചോദിക്കുന്നു, എന്റെ കുഞ്ഞിനെ അല്ല, നമ്മുടെ കുഞ്ഞിനെ കൊന്ന് അവൻ എന്ത് ശിക്ഷയാണ് ഇച്ചായ വിധിച്ചിരിക്കുന്നതെന്ന്. ഒരു ഭ്രാന്തിയെ പോലെ തന്നെ മുന്നിൽ നിന്ന് അലർന്ന സ്ത്രീകളുടെ ഇരുതോളിലുമായി മുറുകെ പിടിച്ചുകൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഉലഹനാൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കൊച്ചേ, ഈ മഹേന്ദ്രൻ എന്ന് പറയുന്നവൻ ഇന്നലത്തെ കാറ്റിൽ പടുമുള പൊട്ടിയവനാ. അവൻ എന്നും വലിയ വൃക്ഷമായി കാലാന്തരങ്ങളോളം ഭൂമിയിൽ ഒരു ശക്തിക്കും തടുക്കാൻ പറ്റാത്ത വിധം ശക്തനായി തീർന്ന ഈ ഉലഹന്നാൻ എന്ന് എന്നെ നേരിടാൻ കഴിയില്ല. അതിനുള്ള തൻ്റെ ഇടൊന്നും അവനായിട്ടില്ല കൊച്ചേ. നിനക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ പൊന്നുമോൻ ജിത്തുവിനെ കൊന്നവനെ ഞാൻ വെറുതെ വിടുമെന്ന്? അങ്ങനെ പെട്ടെന്നൊരു മരണം ഞാൻ അവന് നൽകില്ല. പക്ഷേ മരണം അവൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കണം. ഏത് നിമിഷം വേണമെങ്കിലും അവൻ്റെ കൂടെയുള്ളവർക്ക് മരണം സംഭവിക്കാമെന്ന് അവൻ മനസ്സിലാക്കണം കൊച്ചേ, മനസ്സിലാക്കണം. ഉലഹന്നാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും സ്ത്രീകൾക്ക് ഒന്ന് മനസ്സിലായി, ഇന്ന് വസിഷ്ഠയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. ഈ സമയം മഹേന്ദ്രൻ അർജുനും കൂടി തന്റെ BMW കാറിൽ ഓഫീസിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയായിരുന്നു. പതിവിന് വിപരീതമായി ഡ്രൈവർ കാർ എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് അർജുൻ തന്നെയാണെന്ന് കാർ ഓടിച്ച്. മഹേന്ദ്രൻ എന്തോ ഫയലിൽ നോക്കിയായിരുന്നു. എന്നാൽ തന്റെ മനസ്സാകെ ആ സമയം അസ്വസ്ഥമാണെന്ന് മനസ്സിലാക്കിയ മഹേന്ദ്രൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ മടക്കി പുറകിലെ സീറ്റിലേക്ക് ഇട്ടുകൊണ്ട് അല്പസമയം മുന്നോട്ടേക്ക് നോക്കിയിരുന്നു. വളരെ ഗൗരവത്തോടെ എന്തോ ആലോചിച്ചിരിക്കുന്ന മഹേന്ദ്രനെ അർജുൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ അവനോടിപ്പോൾ സംസാരിക്കേണ്ടെന്ന് തോന്നി. അവൻ ചിലപ്പോൾ തനിച്ചിരുന്നാൽ മനസ്സിലെ ഭാരമെല്ലാം അല്പം കുറഞ്ഞു കിട്ടുമെന്ന് തോന്നിയ അർജുൻ ഡ്രൈവിംഗിൽ ശ്രദ്ധ ചെലുത്തി. പക്ഷേ ഈ സമയമാണ് ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഹോൺ അടിച്ചുകൊണ്ട് അവർക്ക് നേരെ പാഞ്ഞു വരുന്ന ഇരുവരും കാണുന്നു. അർജുൻ എത്ര ഹോൺ അടിച്ചിട്ടും വണ്ടി തങ്ങൾക്ക് നേരെ വരുന്ന കണ്ട അർജുൻ ഒരു നിമിഷം മരണം മുന്നിൽ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അവന്റെ കൈകൾ വിറക്കാൻ തുടങ്ങി. ആദ്യമായി അവന്റെ ശരീരം ഭയത്താൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. തങ്ങളുടെ നേർക്ക് വരുന്ന നാഷണൽ പെർമിറ്റ് വണ്ടിയിലേക്ക് തന്നെ ആയിപ്പോയി അർജുന്റെ ശ്രദ്ധ. ഈ സമയം സ്വഭാവത്തിലേക്ക് വന്ന മഹേന്ദ്രൻ അർജുനെ നലറിക്കൊണ്ട് സ്റ്റയറിംഗിൽ പിടിച്ച് കാർ ഇടത്തോട്ടേക്ക് ഒരൊറ്റ വെട്ടിക്കലായിരുന്നു. ഒരു നിമിഷം ആ കാർ നിയന്ത്രണം വിട്ട് തങ്ങളുടെ മുമ്പിലായി കാണുന്ന വലിയ മരത്തിലിടിച്ച് നിന്നു. കാറിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ മഹേന്ദ്രൻ അർജുനും പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. ഈ സമയം അല്പം മുമ്പോട്ട് നിർത്തിയ ലോറിയിലെ ഡ്രൈവർ പിന്തിരിഞ്ഞ് ഇരുവരെയും നോക്കിക്കൊണ്ട് തന്റെ ഫോൺ എടുത്ത് ഉലഹന്നാന് ഇരുവരും രക്ഷപ്പെട്ടു എന്ന് മെസ്സേജ് അയച്ചു. മതി മതി, അത്രയും മതി. ഒന്ന് പേടിപ്പിച്ചാ മതി. പൂച്ചയിലേട്ട് തട്ടിക്കളിക്കുന്ന പോലെ എനിക്കല്പം തട്ടിക്കളിക്കണം. അതിനുശേഷം മാത്രമേ ഞാൻ അവരെ കൊല്ലുകയുള്ളൂ. താനെന്നാ വിട്ടോ, തനിക്ക് വേണ്ട പണം അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും. തിരിച്ചുലാൻ ഞാൻ അയാൾക്ക് മെസ്സേജ് അയച്ചു.
ഈ സമയം അർജുൻ സ്റ്റെയറിംഗിൽ കൈ ചേർത്ത് അല്പസമയം തലയോട് വെച്ച് കിടന്നു. അർജുൻ വല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ മഹേന്ദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു. ഇതിന് പുറകിലുള്ള ആരാണെന്ന് വ്യക്തമായി തന്നെ മഹേന്ദ്രൻ അറിയാമായിരുന്നു. മൊബൈൽ എടുത്ത് മഹേന്ദ്രൻ ആർക്കോ മെസ്സേജ് അയക്കുമ്പോൾ മഹേന്ദ്രന്റെ മുഖത്ത് വന്യതയാർന്ന പുഞ്ചിരി കളിയാടുന്നുണ്ടായിരുന്നു ആ സമയം. ഫോൺ വെച്ചുകൊണ്ട് ഉലഹന്നാൻ മുമ്പോട്ടേക്ക് നോക്കിയപ്പോൾ കാണുന്നത് തന്നെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ശ്രീകലയെയാണ്. എന്താ ഈ ചായ, അവൻ തീർന്നോ ആ മഹേന്ദ്രൻ? മുറുകിയ മുഖത്തോടെ ശ്രീകല ഉലഹന്നാനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലടി പെണ്ണേ, ഞാൻ അവനൊരു ടെസ്റ്റ് ഡോസ് കൊടുത്തതാ. നമ്മുടെ മോനെ കൊന്നവനെ ഒറ്റയടിക്ക് ഉലഹന്നാൻ കൊല്ലില്ല. അവൻ ഭയക്കണം. മരണം തന്റെ പുറകിലായി തന്നെ പിന്തുടരുന്നുണ്ടെന്ന് എപ്പോഴും അവൻ ഓരോ സെക്കൻഡും ഓർക്കണം. അതാണ് ഞാൻ അവന് നൽകുന്ന ശിക്ഷ. ദേഷ്യം കൊണ്ട് വിറച്ച ഉലഹന്നാൻ ശ്രീകലയെ നോക്കി പറയുമ്പോൾ എന്തോർത്തുന്ന പോലെ ശ്രീകല ഉലഹന്നാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇച്ചായൻ കരുന്ന പോലെ മഹേന്ദ്ര അത്ര പൊട്ടനൊന്നുമല്ല. അന്ന് അവൻ എന്നോട് ഓഫീസിൽ വെച്ച് എന്താണ് പറഞ്ഞതെന്ന് ഇച്ചായൻ അറിയോ? എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല ശ്രീകല. നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറമായി ഞാൻ. പിന്നെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ തകർച്ചയുടെ നാളുകളാ. കൂട്ടിന് നിങ്ങൾക്കിപ്പോഴും രക്ഷകനായി ഒരുവനുണ്ടാവില്ലേ? അവനെയും കൂടി അങ്ങ് കൂടെ കൂട്ടിക്കോ. രണ്ടുപേരെ ഒന്നിച്ച് ഞാൻ പരലോകത്തേക്ക് അയക്കുന്നതായിരിക്കും. എന്തായിരിക്കും ഇച്ചായ അവൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു പക്ഷേ ഇച്ചായൻ അവന് മനസ്സിലായിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ വലിയേട്ടനായിരിക്കും അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം എന്നോടൊപ്പം എന്ത് കൊള്ളറ്റായ്മക്ക് വലിയേട്ടൻ കൂടെ ഉണ്ടാവുമെന്ന് മാധവൻ വഴി അവൻ അറിയാം. ശ്രീകല അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏയ് മഹേന്ദ്രൻ, അവൻ എന്നെ ശരിക്കും അറിയാം. അന്ന് മഴയത്തിനോട് നേർക്കുനേരെന്ന് കൊമ്പ് കോർത്തവനല്ലേ അവൻ. പക്ഷെ ഇപ്പോഴത്തെ ഈ ആക്സിഡന്റിന് പിന്നിൽ ഞാനാണെന്ന് അവൻ കരുതുന്നുണ്ടാവില്ല. കാരണം ജിത്തു നമ്മുടെ മകനാണെന്നുള്ള സത്യം നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. എനിക്ക് തോന്നുന്ന ആ മഹേന്ദ്രൻ എന്ന വിട്ടി ചിലപ്പോൾ നിന്റെ വലിയേട്ടനെ ആയിരിക്കും ഈ ആക്സിഡന്റിന് പിന്നിലെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാ. ഏതായാലും അവനെങ്കിൽ അവൻ, എനിക്ക് പകരം അവൻ ചാവുകയാണെങ്കിൽ അങ്ങ് ചാവട്ടെ. പിന്നെ നിന്നെ രക്ഷിക്കാനൊക്കെ നിന്റെ ഇച്ഛായനില്ലേടി കൊച്ചേ, നീ പേടിക്കാതെ. അതെനിക്കറിയാം ചായ. എൻ്റെ ഇച്ഛായനോടത്തോളം കാലം ഞാൻ ആരെയും ഭയക്കേണ്ടെന്ന്. പിന്നെ വലിയേട്ടൻ, അയാൾ ചത്താലും ജീവിച്ചാലും എനിക്കെന്താ? ഇത്രയും കാലം എൻ്റെ മോനെ നോക്കിയതുകൊണ്ടാണ് ഞാൻ അയാളുടെ കൂറുകുലത്തി നിന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സ്ത്രീകൾ അല്പം പുച്ഛത്തോടെ അഹങ്കാരത്തോടെയും ഉലഹന്നാനോട് പറഞ്ഞു. പിന്നീട് എന്തോ ഓർത്തുന്ന പോലെ അവർ അയാളോട് ചോദിച്ചു. എന്നാലും ഇച്ചായ അവൻ അറിയണ്ടേ ഇച്ചാനാണ് അവൻ്റെ ഈ ആക്സിഡന്റ് പിന്നിലെന്ന്? സ്ത്രീകൾ അങ്ങനെ ചോദിച്ചു. ഉലഹന്നാൻ അല്പം ഗൗരവത്തോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആയിട്ടില്ല കൊച്ചേ, അല്പം കൂടി കഴിയട്ടെ. മരണം മുന്നിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം ഞാൻ മഹേന്ദ്രന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടും. അവൻ അന്ന് മാത്രമേ ഈ ഉലഹന്നാനെ കാണാൻ പാടുള്ളൂ. സത്യങ്ങളെല്ലാം അറിഞ്ഞൊരു ഞെട്ടലോടെ അവൻ നിൽക്കുമ്പോൾ അവൻ്റെ ജീവൻ ഈ ഉലഹന്നാനെങ്കിൽ എടുക്കും. എൻ്റെ ജിത്തുമോൻ അനുഭവിച്ച വേദനയേക്കാൾ ഇരട്ടി ഇരട്ടി വേദന അനുഭവിപ്പിച്ചിട്ടേ ആ മഹേന്ദ്രദേവ വസിഷ്ഠയെ ഞാൻ കൊല്ലുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ മഹേശ്വരി, പിന്നെ ആ കിളുന്തു പെണ്ണ് ദേവഭദ്ര, എല്ലാം എൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടയും. അതവൻ ജീവൻ വെടിയുമ്പോൾ പോലും കാണണം എന്ന് പറയുന്നു വച്ചേ. അങ്ങനെ പോരെ? സ്ത്രീകളെ നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. സന്തോഷത്താൽ വിടുന്ന മുഖത്തോട് സ്ത്രീകളെ പറഞ്ഞു. അത് ഇച്ചായ അങ്ങനെ തന്നെ ചെയ്യണം. ഇച്ചായനറിയോ, എനിക്ക് ഇപ്പോഴാണ് മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാൻ കഴിയുന്നത്. സ്ത്രീകളുടെ ഉറക്കെയുള്ള പൊട്ടിച്ചിരി കേട്ടതും ഉലഹന്നാൻ അവരെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ആ സമയം ഉലഹന്നാന്റെ മുഖത്തും വിജയം തങ്ങൾക്ക് മാത്രമായിരിക്കുമെന്ന് ഉറപ്പോടെയുള്ള ആത്മവിശ്വാസം തെളിഞ്ഞു കാണാമായിരുന്നു. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലാണ് മഹേന്ദ്രന്റെ കാറിൽ ചെന്ന് മരത്തിലിടിച്ചത്. കാറിൽ നിന്ന് ഇരുവരെങ്ങനെയോ പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്നാണ് മഹേന്ദ്രന്റെ മൊബൈൽ റിങ് ചെയ്ത്. അൺനോൺ നമ്പറാണെന്ന് കണ്ടതും മഹേന്ദ്രന്റെ പുരികമൊന്ന് സംശയത്താൽ ചുരുങ്ങി. പിന്നീട് ആ ഫോണിന്റെ റിങ് പൂർണ്ണമായി നിൽക്കുന്നതിന് മുന്നേ തന്നെ അവൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെവിയിലേക്ക് വെച്ച്. മറുതലക്കിൽ നിന്നും കേട്ട വാർത്തയിൽ മഹേന്ദ്രൻ ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി. സിറ്റി ഹോസ്പിറ്റലിൽ വരുണിന്റെ അടുത്തിരിക്കുകയാണ് മഹേന്ദ്രൻ. അവന്റെ കൈക്കൊരു ഫ്രാക്ചർ ഉണ്ട്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എന്താ വരും ശരിക്കും സംഭവിച്ചത്? മഹേന്ദ്രൻ ഗൗരവത്തോടെ വരുണെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നീടാ ഞാൻ ഓഫീസിലേക്ക് വരികയായിരുന്നു. എളുപ്പത്തിലെത്താൻ വേണ്ടി നമ്മുടെ പൂരപ്പറമ്പ് കഴിഞ്ഞാൽ ഇടവഴി കൂടിയാണ് വന്നത്. അപ്പോൾ തൊട്ടുപിറകെയായിട്ട് ഒരു വാഹനം എന്നെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഞാനത്ര കാര്യമാക്കിയില്ല. എന്നാൽ ആൾ താമസമില്ലാത്തൊരു ഭാഗത്തിപ്പോൾ പെട്ടെന്നാണ് മറ്റൊരു കാർ വന്ന് എൻ്റെ കാറിന് മുമ്പിലേക്ക് വന്ന് നിർത്തിയത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുന്നേ ഒരു 5-6 ഗുണ്ടകളെന്ന് തോന്നിക്കുന്നവർ വന്ന് എന്നെ കാറിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി. സത്യത്തിൽ എനിക്ക് ഒറ്റക്കവരൊന്നും ചെയ്യാൻ പറ്റിയില്ലടാ. കൂട്ടത്തിലൊരു ഇരുമ്പ് കമ്പി കൊണ്ട് എൻ്റെ കൈ തച്ചോടിച്ച്. എൻ്റെ അലർച്ച കിട്ടുകയാണെന്ന് തോന്നുന്നു. ദൂരം നടന്നു വരുന്ന ചില നാട്ടുകാരൻ്റെ അടുക്കളേക്ക് ഓടി വരുന്നുണ്ടതും അവരെന്നെ നിലത്തേക്ക് തള്ളിയിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. പിന്നെ ആ നാട്ടുകാർ തന്നെയാണ് എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ച്. സത്യത്തിൽ എനിക്ക് എന്താണ് സംഭവിച്ചെന്നൊരു എത്തുമ്പിടിയും കിട്ടുന്നില്ല. നമ്മുടെ ശത്രുക്കളായിരുന്നെങ്കിൽ അവർ നല്ല 4 ഡയലോഗെങ്കിലും എന്നോട് കാച്ചുമായിരുന്നു. ഇതിപ്പോൾ ആള് മാറി തല്ലിയതാണാവോ? വരുൺ അങ്ങനെ പറഞ്ഞു. അർജുൻ വരുണെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊന്നുമില്ലടാ, ഇത് നമുക്ക് നേരെയുള്ള അറ്റാക്ക് തന്നെയാണ്. ചെകുത്താൻ്റെ വക. ജിത്തുവിനെ കൊന്നില്ല ഇന്ദ്രൻ, അതിനുള്ള തിരിച്ചടി.
അർജുൻ അങ്ങനെ പറഞ്ഞു. വരുണിന് അപ്പോഴാണ് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങോട്ടേക്കാണെന്ന് മനസ്സിലായത്. എങ്കിലും ഒരു സംശയത്തോടെ അവൻ അർജുനോട് ചോദിച്ചു, അയാളുടെ ജിത്തുവിനെ കൊന്ന് വസിഷ്ഠുള്ളവരാണെന്ന് അയാൾക്കറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ നമ്മളെ കൊല്ലാതിരുന്നത്? അത് പിന്നെ വരുൺ, അയാളൊരു ചെകുത്താനാ. പെട്ടെന്നുള്ള മരണം നമുക്ക് നൽകില്ല. ഇഞ്ചിഞ്ചായി കൊല്ലണം, അതായിരിക്കും അയാളുടെ രീതി. ഇതിപ്പോ നമ്മളൊന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്തതാ. അത്രയും നേരം മിണ്ടാതിരുന്ന മഹേന്ദ്രൻ വരുണിനെ നോക്കി അത്രയും പറഞ്ഞ് പിന്നീട് അർജുനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അജു വാ, ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. വരുൺ, ടേക്ക് റെസ്റ്റ്. മറുപടിയായി വരുൺ മഹേന്ദ്രനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മൂളി. അപ്പോഴും അവന്റെ മുഖം വേദനയാൽ ചുരുങ്ങുന്നത് മഹേന്ദ്രന് കാണുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ വരുണിന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് മഹേന്ദ്രന് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. കാരണം തന്റെ ഇടവും വലവും എപ്പോഴും കൈത്താങ്ങായി നിൽക്കുന്നവരാണ് ഇരുവരും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തിനു പറയുന്നു, വസിഷ്ഠയിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ മഹേന്ദ്രൻ തനി രാവണനായി മാറാൻ അധിക സമയം വേണ്ട. കൊമ്പനക്കാടിൽ തറവാട്. എന്താ ആൻസി, ഡേവിഡ് ഇത്ര നേരമായിട്ട് എത്തിയില്ലേ? മറിയാമ്മ തന്റെ മരുമകൾ ആൻസി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല അമ്മച്ചി, നേരം വൈകി നിശ്ചയം പറഞ്ഞിരുന്നു. പക്ഷേ ഇതിപ്പോൾ സമയം 12 മണി ആവാറായല്ലോ. ഇനിയിപ്പോൾ കുടിച്ചു പോകലാതെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെന്നാവും. നാശം, മനുഷ്യനെ മെനക്കെടുത്താൻ. ആൻസി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. മറിയാമ്മ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ചെന്ന് കിടന്നോ. ആ വന്നു കഴിഞ്ഞാൽ നിന്റെ മൊബൈലിലേക്ക് വിളിക്കാതിരിക്കില്ല. എത്ര നേരം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉറക്കളിച്ചിരിക്കുക. മറിയാമ്മ അങ്ങനെ പറഞ്ഞു. ആൻസി അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം മുറിയിലെത്തിയ ആൻസി തൻ്റെ മൊബൈലിലുള്ള ബോയ് ഫ്രണ്ടിൻ്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്യുകയായിരുന്നു. ആ ടോണി, വേഗം വീഡിയോ കോളിൽ വാ. ഡേവിഡ് ചായ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. നമുക്ക് എന്തെങ്കിലും പറഞ്ഞിരിക്കാന്നേ. മറുതലക്കിൽ നിന്ന് ടോണി പറയുന്ന കാര്യങ്ങൾ കേട്ട് ആൻസിയുടെ മുഖം നാണത്താൽ ചുവപ്പ് രാശി പടർന്നു. കണ്ണു തുറക്കാൻ കഴിയുന്നില്ല ഡേവിഡിന്. തലക്കൊക്കെ വല്ലാത്തൊരു മരവിപ്പ് പോലെ. എങ്കിലും ശ്രമപ്പെട്ട് കണ്ണുകൾ തുറന്ന് അയാൾ മുമ്പോട്ടേക്ക് നോക്കിയതും കണ്ടു. തന്നെ നോക്കിയിരിക്കുന്ന സാക്ഷാൽ മഹേന്ദ്രദേവ് വസിഷ്ഠയെ. ഡേവിഡ് സത്യത്തിൽ മഹേന്ദ്രനെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അയാൾ തൻ്റെ ഇരുകൈകളിലേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ഒരു ചെയറിലായി തന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന്. ദേഷ്യം കൊണ്ട് വിറച്ച ഡേവിഡ് തൊട്ടുമ്പിലായിരിക്കുന്ന മഹേന്ദ്രൻ നോക്കി അലറിക്കൊണ്ട് ചോദിച്ചു, മോനെ, നീ ആരാണെന്ന് എഴുതിയടാ എന്നെ ഇവിടേക്ക് തട്ടിക്കൊണ്ടുവന്ന്? നിനക്ക് ശരിക്കും കൊമ്പനക്കാട്ടിൽ ഡേവിഡിനെ തികച്ചറിയില്ല. എന്റെ അപ്പച്ചന്റെ പേര് കേട്ടാ നീ ചിലപ്പോ ഇരുന്നിടത്ത് തന്നെ മുള്ളും ചെക്ക. അതുകൊണ്ട് വെറുതെ ചെകുത്താന്റെ കൈ കൊണ്ട് ചാവണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്നെ അഴിച്ചു വിടുന്ന നല്ല. ഡേവിഡ് സ്വല്പ അഹങ്കാരത്തോടെ മഹേന്ദ്രൻ നോക്കി അങ്ങനെ പറഞ്ഞതും മഹേന്ദ്രൻ കാൽമേൽ കാൽ കയറ്റി വെച്ച് അയാളെ നോക്കിയൊന്ന് പുച്ഛിച്ചു. എന്നിട്ട് പതിയെ അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇതിന് മാത്രം ബിൽഡപ്പ് ഇട്ട് പറയാൻ നിന്റെ അപ്പനാരാളാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? ഇരുന്നിടത്ത് അല്പം മുന്നോട്ടാഞ്ഞുകൊണ്ട് ഡേവിഡ് മഹേന്ദ്രനെ നോക്കി അലറി. ശബ്ദിക്കരുത്, ഇത് രാവണന്റെ കോട്ടയാ, അല്ലാതെ നിന്റെ അപ്പൻ ചെകുത്താന്റെ കൊമ്പനക്കാട്ടിൽ തറവാടല്ല. ഇവിടെ ശബ്ദം ഉയരണമെങ്കിലും താഴണമെങ്കിലും ഈ ഞാൻ പറയും. ഒരു നിമിഷം മഹേന്ദ്രന്റെ കണ്ണുകളിൽ കാണുന്ന പൈശാചികത കണ്ടതും ഡേവിഡിന് തോന്നി തന്റെ മുന്നിലിരിക്കുന്നവൻ ചില്ലറക്കാരനല്ല. അതുകൊണ്ട് തന്നെ ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് ഡേവിഡ് ശാന്തനായി മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? സ്വത്തോ അതോ പണോ? അതിനാണോ നീ എന്നെ പിടിച്ചുകൊണ്ടുവന്ന്? അല്ല പിന്നെ? കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ഡേവിഡ് മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. മഹേന്ദ്രൻ പതിയെ എഴുന്നേറ്റ് ഡേവിഡിന് അരികിലേക്ക് ചെന്ന് അവന്റെ ചെവിക്കരികിലേക്ക് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പതിയെ മൊഴിഞ്ഞു. എനിക്ക് വേണ്ട നിന്റെ ജീവനാ. ഒരു നിമിഷത്തെ മഹേന്ദ്രന്റെ പറച്ചിൽ കേട്ട് ഡേവിഡ് ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. അതേസമയം തന്നെയാണ് ആ ഗോഡൌണിന്റെ ഇരുമ്പുവാതിൽ തുറന്നുകൊണ്ട് ആരോ ഒരാൾ അകത്തേക്ക് കയറി വരുന്ന ഡേവിഡ് കണ്ടത്. പക്ഷേ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന വ്യക്തി ആരാണെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ലായിരുന്നു അയാൾക്ക്. എന്നാൽ തന്നെ തൊട്ടരികിൽ ആ വ്യക്തി എത്തിയതും ഡേവിഡിന്റെ കണ്ണുകൾ ഒരു ഞെട്ടിലോടെ തിരിച്ചറിഞ്ഞ ആ വ്യക്തി അയാളുടെ നാവിൽ നിന്നും പതിയെ ആ പേര് പുറത്തേക്ക് വന്നു. ആലീസ്? അതേടാ ഡേവിഡ്, ഇത് ഞാൻ തന്നെ ആലീസ്. അപ്പം നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ ഡേവിഡ്? ഞാൻ കരുതി നിന്റെ ജീവിതത്തിലൂടെ അനേകം സ്ത്രീകൾ കയറിറങ്ങിയതല്ലേ, അപ്പം നീ എന്നെ മറന്നുപോയിട്ടുണ്ടാവുന്നു. ഒരു പുച്ഛത്തോടെ ആലീസ് ഡേവിഡിനെ നോക്കി പറഞ്ഞതും അത്രയും നേരം ആലീസിനെ പകപ്പിൽ നോക്കി നിന്നിരുന്ന ഡേവിഡ് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മോളെ, ഈ കൊമ്പനക്കാട്ടിലെ ഡേവിഡിനെ വരട്ടാന്ന് കരുതിയോടി നീ. അതിന് ഡേവിഡ് ഇനി ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. ഞാനേ കൊമ്പനക്കാട്ടിൽ ഉലഹന്നാൻ എന്ന ചെകുത്താന്റെ മകനാ. ഞാൻ നിന്നെപ്പോലത്തെ ഒരു ഭയക്കുമെന്ന് കരുതിയോടി മോളെ. ആലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ നിനക്കാത്തടിയിൽ ഡേവിഡ് തരിച്ച് നിന്നുപോയി. അയാൾക്ക് തന്റെ ഇരുകവിളുകൾ നീറി പുകയുന്ന പോലെ തോന്നി. ആ വേദനയ്ക്കിടയിൽ മുമ്പോട്ടേക്ക് നോക്കിയ ഡേവിഡ് മുന്നിൽ നിൽക്കുന്ന ആലീസിനെ കണ്ട് സത്യത്തിലൊന്ന് പതറിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം താൻ ഇതുവരെ കാണാത്ത മുഖമായിരുന്നു തന്റെ മുന്നിൽ നിൽക്കുന്ന ആലീസിനുള്ളതെന്ന് അയാൾക്ക് തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.